ആരോൺ ബുഷ്നൽ എന്നാണ് 25 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന അമേരിക്കൻ വ്യോമസേന ഉദ്യോഗസ്ഥന്റെ പേര്. 30,000-ലധികം പേരെ കൊന്നൊടുക്കിയ ഒരു പ്രദേശത്തെ ഭൂമിയിലെ ജയിലാക്കിക്കൊണ്ട് വെള്ളവും വെളിച്ചവും ഇന്റർനെറ്റും നിഷേധിച്ച് സ്കൂളുകളും ആസ്പത്രികളും ബോംബിട്ട് തകർത്ത് കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കി ചികിത്സ പോലും സാധ്യമല്ലാതാക്കി ഇസ്രായേലും അമേരിക്കയും സഖ്യകക്ഷികളും നടത്തുന്ന അതിക്രൂരമായ വംശഹത്യ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഇസ്രായേൽ എംബസിക്ക് മുന്നിൽ സ്വയം തീ കൊടുത്തില്ലാതായ ചെറുപ്പക്കാരൻ. ഉറപ്പായും ലോകത്തെ ഏറ്റവും ക്രൂരനായ ഭരണാധികാരികളിൽ ഒരാളായി ചരിത്രം വിലയിരുത്താൻ പോകുന്നത് ജോ ബൈഡനെ കൂടിയാണ്. ഇസ്രായേൽ നടത്തുന്ന ഈ മനുഷ്യക്കുരുതിയുടെ പിന്നിൽ മനസ്സ് മരവിച്ച ഇറാഖിലും അഫ്ഗാനിസ്ഥാനിലും അമേരിക്ക നടത്തിയ മനുഷ്യത്വ വിരുദ്ധ കൂട്ടക്കൊലയുടെ ഏറ്റവും വലിയ പ്രയോക്താവായിരുന്ന ജോ ബൈഡൻ എന്ന രാഷ്ട്രീയക്കാരനുണ്ട്. ക്വാഡുക് എന്നത് അമേരിക്കയുടെ വിയറ്റ്നാം അധിനിവേശാക്രമണത്തിന്റെ മൂർധന്യത്തിൽ സൈഗോണിൽ സ്വയം തീ കൊളുത്തി മരിച്ച സന്യാസിയുടെ പേരാണ്. കത്തിയാളെ നിൽക്കുന്ന ആ സന്യാസിയുടെ കാഴ്ച സൃഷ്ടിച്ച വൈകാരികത അന്നത്തെ പ്രസിഡന്റ് ജോൺ എഫ് കെന്നഡിയെ മാത്രമല്ല പിന്നീടുള്ള വർഷങ്ങളിൽ അമേരിക്കൻ പൊതുബോധത്തെ ആകവെ പതിക്കൂട്ടിലാക്കിയതാണ്. ചരിത്രത്തിൽ നിന്ന് അമേരിക്ക ഒന്നും പഠിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ആ നാട്ടിലെ ചെറുപ്പക്കാർക്ക് സ്വയം ജീവൻ ബലികൊടുത്ത് ഭരണാധികാരികളെ ചിലത് ഓർമ്മിപ്പിക്കേണ്ടി വരുന്നത്.